നിങ്ങൾ എത്ര വലിയ ബിസിനസ്സുകാരനാണെങ്കിലും എത്ര ചെറിയ ബിസിനസ്സുകാരനാണെങ്കിലും ബിസിനസ് തുടങ്ങാതിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഗ്യാരണ്ടീഡായിട്ട് ഫിയറിൽ നിന്ന് ലേൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ സൂപ്പർസ്റ്റിഷ്യസ് ആവുകയാണ്. എൻ്റെ 10 വർഷം നഷ്ടപ്പെട്ടതാണ്. ഞാൻ 10 വർഷം കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഹായ്, ഞാൻ റൂബൽ ചാണ്ടി. ഞാൻ ലോകമെമ്പാടുള്ള 16 രാജ്യങ്ങളിലെ ബിസിനസ്സുകളെ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു കഴിഞ്ഞ ഓൾമോസ്റ്റ് ഡെക്കേഡായിട്ട്. ആ ആശയങ്ങൾ ഉപയോഗിച്ച് കേരളത്തിലും ലോകമെമ്പാടുമുള്ള മലയാളികളായിട്ടുള്ള ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവർ അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കാനായിട്ടും അവർ മണി ലൂസ് ചെയ്യാതിരിക്കാനായിട്ടും അവർ എക്സസീവ് ആയിട്ടുള്ള കടത്തിൽ പോയി ചാടാതെ ബിസിനസ്സിൽ പ്രോഫിറ്റും ക്യാഷ് ഫ്ലോയും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഡോണ്ട് ലേൺ ഫ്രം യുവർ മിസ്റ്റേക്ക്. ഇത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും. ലേണിംഗ് സംതിങ്. പാർട്ണർഷിപ്പ് നിങ്ങളൊരു ഡീൽ നടത്തി, ആ ഡീലിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു? ഓക്കെ, അപ്പൊ ലേണിംഗ് ഫ്രം ഫെയ്ത്ത് വേഴ്സസ് ലേണിംഗ് ഫ്രം ഫിയറിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ടാവും. അതുകൂടാതെ ലേണിംഗ് ഫ്രം ഫിയർ, ലേൺഡ് ഹെൽപ്ലെസ്നെസ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ബിഗസ്റ്റ് സ്ട്രെങ്ത് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ബിഗസ്റ്റ് ആയിട്ടുള്ള വീക്ക്നെസ് എങ്ങനെയാകുന്നുണ്ട് എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ ബിസിനസിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എങ്ങനെയാകും അത് ഞാൻ സംസാരിക്കുന്നുണ്ടാവും. അപ്പൊ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിലേക്കാണ് നമ്മൾ ഇത് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം എല്ലാ ആൾക്കാരും നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് അല്ലേ? നമുക്ക് വേറെ ഓപ്പോസിറ്റ് സൈഡ് ഒന്നും നോക്കിക്കളയാം. പലപ്പോഴും നമ്മുടെ കോൺവെർസേഷൻസ്, ഞാനും നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ പലപ്പോഴും സാധാരണ കൗണ്ടർ ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള, സാധാരണ എല്ലാവരും പറയുന്ന വ്യത്യസ്തമായ ഒരു കോൺവെർസേഷൻസ് ആണ് ഇവിടെ നടക്കാറുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി അത് അറിയാവുന്നതാണ്. അപ്പോൾ എന്താണ് മിസ്റ്റേക്ക് എന്ന് പഠിച്ചാൽ ഉള്ള പ്രശ്നം? എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളതാണ്. അപ്പം ഏതാണ് ബെറ്റർ? സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് പറഞ്ഞു, ഏതാണ് ബെറ്റർ? നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി, ഒന്നും പഠിക്കാതിരിക്കുന്നതാണോ? ഇപ്പം ഞാനിത് എൻ്റെ ഗ്രൂപ്പിനോട് ചോദിക്കുകയാണ്. ഇപ്പം എൻ്റെ ഗ്രൂപ്പിലുള്ള ആക്സലറേറ്റീവ് എന്ന ഗ്രൂപ്പിലുള്ള എൻ്റെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള സ്റ്റുഡൻറ് എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി ഒരു ബിസിനസ് ഡീലിൽ. ഓക്കെ, അപ്പോൾ ആ ബിസിനസ് ഡീല് പറ്റി. അപ്പം ആ ബിസിനസ് ഡീലിൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പാർട്ണർഷിപ്പ് ആയിരുന്നില്ല. അപ്പോൾ ആ പാർട്ണർഷിപ്പിൽ നിന്ന് ആള് പറയുവാണ്, ആ പാർട്ണർഷിപ്പ് കഴിഞ്ഞ പിന്നെ എന്നെ സംബന്ധിച്ചുള്ള പുതിയ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ പുതിയ പാർട്ണർഷിപ്പ് ഉണ്ടാക്കാൻ തോന്നുന്നില്ല. വെച്ചേ ഒരു 10-25 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ പുതിയ പാർട്ണർഷിപ്പിലേക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആളോട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതുകൂടാതെ ഞാൻ കുറെ ഡീപ്പർ ആയിട്ടുള്ള ഇൻസൈറ്റ് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒന്നും പഠിക്കാതിരിക്കുക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ലേൺ നത്തിങ്. മിസ്റ്റേക്ക് പറ്റി ഒന്നും പഠിക്കാതിരിക്കുക. ഇതാണ് ഒരുപാട് ആൾക്കാരുടെ ജീവിതം. അവരൊന്നും പഠിക്കുന്നില്ല. നമ്മൾ നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഏറ്റവും ബുദ്ധി കുറഞ്ഞ ആൾക്കാരെ അവർക്ക് പറ്റുന്ന മിസ്റ്റേക്കുകളൊന്നും ഒന്നും പഠിക്കാറില്ല. ചില ആൾക്കാര് അവരുടെ മിസ്റ്റേക്കിൽ നിന്ന് പാഠങ്ങൾ പഠിക്കും. ചില ആൾക്കാർ അവരുടെ മിസ്റ്റേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യല, അവർ മറ്റുള്ളവരുടെ മിസ്റ്റേക്കിൽ നിന്ന് പാഠം പഠിക്കും. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പൊ അതാണ് ജനറൽ ആയിട്ടുള്ള ട്രഡീഷണൽ ഐഡിയ. അതൊരു നല്ല ഐഡിയ ആണ്, ജനറലി ഒരു നല്ല ഐഡിയ ആണ്. പക്ഷെ അതിനകത്തൊരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ ആണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ജനറലി സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ലേൺ നത്തിങ്, ലേൺ സംതിങ് അല്ലെ? 2 ഓപ്ഷനാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഞാൻ കൊണ്ടുവരുവാണ്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ആലോചിക്കും, നിങ്ങളൊരു ബിസിനസ് പാർട്ണറുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കാൻ പോയി. ആ ഡീലിൽ ആ ബിസിനസ് പാർട്ണർ നിങ്ങളുടെ പൈസ എടുത്തോണ്ട് പോയി. അപ്പൊ എനിക്ക് സംഭവിച്ച കാര്യമാണ്. വിഷ്ണു എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി. ഞാൻ ബുക്കിൽ ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വിഷ്ണു എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുത്തി. ഞാൻ ബാംഗ്ലൂർ വെച്ചാണ് പരിചയപ്പെടുന്നത്. ഞങ്ങൾ സാധാരണ ഒരു സെറ്റിങ്ങിലാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ആളെന്നോട് പറഞ്ഞു, ഞാൻ ഭയങ്കര കണക്റ്റഡ് ആണ്, എനിക്ക് ഒരുപാട് US എംബസിയിലും പല സ്ഥലങ്ങളിലും എനിക്ക് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ കണക്ഷൻസ് ഉപയോഗിച്ച് എനിക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ അമേരിക്കയ്ക്ക് വിടാം എന്ന് പറഞ്ഞ് ആള് പറഞ്ഞ് കുറേ കാര്യം കഴിഞ്ഞപ്പോഴത്തേന് എന്നെ പറ്റിച്ച് പുള്ളി പൈസയായിട്ട് പോയി. അവസാനം ഞാൻ കടത്തിലായി പോയി. അപ്പൊ ആ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ, ആ സിറ്റുവേഷൻ എനിക്ക് ഒരുപാട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20, 21, 22 വയസ്സിലാണ് ഹാപ്പൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു ഡെക്കേഡോളം ഈ സിറ്റുവേഷൻ എന്നെ അഫക്റ്റ് ചെയ്തു. എന്താണ് സംഭവിച്ചത്? ഞാൻ മിസ്റ്റേക്കിൽ നിന്ന് ഒരു ലേണിംഗ് എടുത്തു, പാർട്ണർഷിപ്പിൽ നിന്ന് ഒരു ലേണിംഗ് എടുത്തു. എന്താണ്? മനുഷ്യരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മനുഷ്യരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്ട്രേഞ്ചേഴ്സ് നമ്മളെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് ലോകം മുഴുവൻ ആൾക്കാർ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ട്രസ്റ്റ് ചെയ്തൊരു പാർട്ണർഷിപ്പിലേക്ക് പോകരുത്. ഇതായിരുന്നു എനിക്ക് കിട്ടിയ എഡ്യൂക്കേഷൻ. ഇവിടെ ഒരു ചെറിയൊരു ഡീറ്റെയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അതിനൊരു കോൺസെപ്റ്റ് നിങ്ങൾ റിയലൈസ് ചെയ്യണമെന്ന് വെച്ചാൽ, ലേണിംഗ് ഫ്രം ഫിയർ വേഴ്സസ് ലേണിംഗ് ഫ്രം ഫെയ്ത്ത്. അപ്പൊ അതായത് എന്ന് വെച്ചാൽ, ഫെയ്ത്ത് നിങ്ങൾ ഏത് കൾച്ചറിൽ നിന്ന് വരുന്നതാണെങ്കിലും ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള, നിങ്ങൾ ട്രസ്റ്റീവ് ആണ്, ഫെയ്ത്ത് ആണ്. ഒരു കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ അച്ഛൻ വീണോളം പറഞ്ഞാൽ ഇങ്ങനെ വീഴാൻ റെഡിയാണ് അല്ലെ, ഫ്രീ ഫോൾ ചെയ്യാൻ റെഡിയാണ്.
അപ്പൊ അവിടെ ഫെയ്ത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ പ്രായം കൂടുന്നതിനനുസരിച്ച് ഉണ്ടാവും. എപ്പം നമ്മൾ ഫിയറിൽ നിന്നാണ് ലേൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ലേണിംഗ് ഫ്രം ഫിയർ ഇസ് വേഴ്സ് ദാൻ നോട്ട് ലേണിംഗ്. ഇത് ശരിക്കും നിങ്ങൾ നോട്ടീസ് ചെയ്യുക. ഈ ഒരു കോൺവെർസേഷൻ പലപ്പോഴും തന്നെ ലോകത്തിൽ ഞാൻ കേൾക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. ലേണിംഗ് ഫ്രം ഫിയർ ഇസ് വേഴ്സ് ദാൻ നോട്ട് ലേണിംഗ്. പഠിക്കാതിരിക്കുക എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനാണ്. ഒരു മിസ്റ്റേക്കിൽ നിന്ന് പാഠം പഠിച്ചില്ല ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിനേക്കാളും വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ലേണിംഗ് ഫ്രം ഫിയർ എന്ന് പറഞ്ഞാൽ. അതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ലേണിംഗ് ഫ്രം ഫെയ്ത്ത് ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം മിസ്റ്റേക്കിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പാഠമാണ് എടുക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ വലിയൊരു കിണറുണ്ട്. ആ കിണറിനകത്ത് ഒരു തുള്ളി വിഷം ഇട്ട് കഴിഞ്ഞാൽ, സ്ട്രോങ് ആയിട്ടുള്ള വിഷം ഇട്ട് കഴിഞ്ഞാൽ എൻറ്റയർ കിണർ വിഷമായി മാറാം. എൻറ്റയർ ആയിട്ടുള്ള കിണർ വിഷമായി മാറാം. ക്ലിയർ ആണോ? ഇതുപോലെ തന്നെ ഫിയറിന്റെ ഒരു ഡ്രോപ്പ് നിങ്ങളുടെ മിസ്റ്റേക്കിനോട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലേൺ ചെയ്യുന്ന റോങ് തിങ് ആയിരിക്കാം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഫിയറിൽ നിന്ന് അല്ലെ മിസ്റ്റേക്കിൽ നിന്ന് നിങ്ങൾ ലേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിയറിനെ മാറ്റി നിർത്തിയിട്ട്, ഇമോഷനെ തൽക്കാലത്തേക്ക് സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിട്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ അത്ര സമയം കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫിയറിൽ നിന്നല്ല ഫെയ്ത്തിൽ നിന്ന് ലേൺ ചെയ്യണം. അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക. ലേണിംഗ് ഫ്രം ഫെയ്ത്ത് ഒരു ഓപ്ഷൻ, ബെസ്റ്റ് ഓപ്ഷൻ. നോട്ട് ലേണിംഗ് ബാഡ് ഓപ്ഷൻ, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ബെറ്റർ ദാൻ ലേണിംഗ് ഫ്രം ഫിയർ. ഈ ഡിസ്റ്റിങ്ഷൻ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യും. ഈ ഡിസ്റ്റിങ്ഷൻ നിങ്ങൾ ട്രൂലി മനസ്സിലാക്കുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ലെവലിൽ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങും. ഇപ്പൊ തന്നെ നിങ്ങളുടെ ജീവിതം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വലിയ ബിസിനസ്സുകാരനാണെങ്കിലും എത്ര ചെറിയ ബിസിനസ്സുകാരനാണെങ്കിലും ബിസിനസ് തുടങ്ങാതിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഗ്യാരണ്ടീഡായിട്ട് ഫിയറിൽ നിന്ന് ലേൺ ചെയ്തിട്ടുണ്ട്. ഗ്യാരണ്ടീഡായിട്ട് ഫിയർ കൊണ്ട് ലേൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ആ ഫിയറിൽ നിന്നുള്ള ലേണിങ്, ഫോർ എക്സാമ്പിൾ ആണ് വെച്ചാൽ ഞാൻ സെയിൽസിൽ ഭയങ്കര എക്സെപ്ഷണൽ ആണെന്നിരിക്കട്ടെ. സെയിൽസിൽ ഞാൻ എക്സെപ്ഷണൽ ആണെങ്കിൽ ഞാൻ സെയിൽസിൽ ഒരാളെ ഹയർ ചെയ്തു. ഞാൻ ഭയങ്കര സ്കില്ലാണ് എനിക്ക്. ഓക്കെ, ആ സെയിൽസിൽ ഒരാളെ ഹയർ ചെയ്തു. ആ ഹയർ ചെയ്ത ആള് എനിക്ക് വേണ്ട എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്തില്ല. അപ്പൊ ഞാൻ അതിൽ നിന്ന് ലേൺ ചെയ്യുവാണ്, ഹേ, സെയിൽസിലുള്ള ആൾക്കാർക്കൊന്നും വലിയ കഴിവൊന്നുമില്ല, നല്ല സെയിൽസ്മാനെ ഒന്നും കിട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെയിൽസ് പേഴ്സൺ എന്നാണ് ഞാൻ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ എസെൻഷ്യലി റോങ് ലേണിംഗ് ആണ്. അതുകൊണ്ട് എന്നാ സംഭവിച്ചു? എനിക്ക് ഒരിക്കലും എന്റെ കമ്പനി നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? കാരണം ഞാൻ റോങ് ആയിട്ടുള്ള തിങ് ആണ് ലേൺ ചെയ്തത്. മനസ്സിലാവും? നമ്മൾ പാർട്ണർഷിപ്പിലേക്ക് പോയി, വിഷ്ണു എന്നെ പറ്റിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ അതിൽ നിന്ന് എടുത്ത ലേണിംഗ് എന്നാ വെച്ചാൽ, ഇവിടെ ഞാൻ പറ്റിച്ചിട്ട് പോയി, ആകെ പ്രശ്നമായി. ആ പ്രശ്നമായതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ഒരു പാർട്ണർഷിപ്പിന് ഞാനില്ല. ഈ കാരണം കൊണ്ട് മാത്രം എത്രയോ പാർട്ണർഷിപ്പുകൾ ഉണ്ടാകാതിരിക്കുന്നു. കാരണം ആരോ ഒരാൾ പറ്റിച്ചു പോയി. അതുകൊണ്ട് പുതിയൊരാള് നിങ്ങളെ പറ്റിക്കുമെന്ന് എന്താണ് ഉറപ്പ്? ക്ലിയർ ആണോ? അപ്പൊ അവിടെ നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട്, അല്ല നിങ്ങൾ അഡ്വാൻറ്റേജ് എടുക്കാതിരിക്കാനായിട്ട് നിങ്ങൾ അതിനൊരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് അർത്ഥമുള്ളൂ. അപ്പൊ അവിടെ നിങ്ങളുടെ ഈ ഫിയർ, പാസ്റ്റിൽ ഉണ്ടായ നെഗറ്റീവ് ആയിട്ടുള്ള ഇൻസിഡന്റിൽ നിന്നുള്ള ഫിയർ നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്യുവാണ്. പാസ്റ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഫ്യൂച്ചർ. നിങ്ങളെ സംബന്ധിച്ചോളം അതേ ആളുടെ കൂടെ പോയി പിന്നെ രണ്ടാമത് ബിസിനസ് ചെയ്യരുത്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരാൾ നിങ്ങളെ അഡ്വാൻറ്റേജ് എടുത്തു എന്ന കാരണത്താല് വേറൊരാൾ വരുമ്പോൾ നിങ്ങൾ ആളുടെ അതേ മീശയാണല്ലോ, അതേ ഇതാണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ജഡ്ജ് ചെയ്ത് മാറിപ്പോകരുത്. ഞാൻ ശ്രമിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഫിയറിൽ നിന്ന് ലേൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ലൂസ് ചെയ്യുവാണ്, നിങ്ങൾ ഗെയിം ലൂസ് ചെയ്യുവാണ്. അപ്പൊ അവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഫിയറിൽ നിന്ന് ലേൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കേരളത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അല്ലെ മലയാളികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ആണ്. നമ്മുടെ എഡ്യൂക്കേഷൻ കൈൻഡ് ഓഫ് ഫിയർ ബേസ്ഡ് എഡ്യൂക്കേഷനുമാണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, എന്തുകൊണ്ടാണ് പോസ്റ്റ് ഗ്രാജുവേഷനും PhDയും വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വലിയ ബിസിനസ്സുകാരാകാൻ പറ്റാതിരിക്കുന്നു? ചില ആൾക്കാരെ 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവർ വലിയ ബിസിനസ്സുകാരായി മാറുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്? ഇവിടെ സംഭവിച്ചേക്കുന്നത് ഇതാണ്, എഡ്യൂക്കേഷൻ ഒരു ഭാരമായി മാറിയേക്കുവാണ്. എഡ്യൂക്കേഷൻ വേണ്ടതല്ല, എഡ്യൂക്കേഷൻ ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള ഡിഗ്രി വരെയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. അതുകൊണ്ട് കിഡ്സ് ആയിട്ടുള്ള ആൾക്കാരെ ലിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ സ്കൂളിൽ പഠിച്ചോണം കേട്ടോ. ഓക്കെ, അതേസമയം ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ എഡ്യൂക്കേഷൻ ചില സിറ്റുവേഷൻ നിങ്ങളെ ലിമിറ്റ് ചെയ്യും. എനിക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, അതായത് ജസ്റ്റ് ടു ഗിവ് യു എൻ ഐഡിയ, ഹാർവാർഡിൽ നിന്ന് ലോ ഡിഗ്രിയും MBA ഉള്ള ആൾക്കാരെ എനിക്കറിയാം. വലിയ സക്സസ്ഫുൾ അല്ലാത്ത ആൾക്കാർ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്,
സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ അറിയാം, എൻ്റെ ക്ലയൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചോളം അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഞാൻ ഫാസിനേറ്റിംഗ് ആയിട്ട് നോക്കുന്നുണ്ട്. കാരണം ഞാൻ ഹാർവേഡിന്റെ അടുത്ത്, ഞാനിപ്പോൾ MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് എന്ന് ഞാൻ അഭിമാനത്തോട് പറയും. കാരണം മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ ഹാർവാർഡിനേക്കാളും വലിയ യൂണിവേഴ്സിറ്റി ആണെന്നാണ് ഞാനിപ്പോൾ അടുത്തുള്ള എൻ്റെ വീട്ടിലുള്ള ആൾക്കാരോടൊക്കെ, അടുത്തുള്ള അയലോക്കക്കാരോടൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അപ്പോൾ അവിടെയാണ് നമ്മൾ പഠിച്ചത്. ഇവർ ഹാർവാർഡിലാണ് പഠിച്ചത്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈ പറഞ്ഞ പോലെ 52 പരീക്ഷ ഉള്ളതിൽ നമ്മൾ 78 പ്രാവശ്യം പരീക്ഷ എഴുതിയാണ് നമ്മൾ ജയിച്ചത്. എല്ലാ പരീക്ഷകളും ഒന്നിൽ കൂടുതൽ എഴുതിയ പരീക്ഷകളെല്ലാം കൂടി. എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറഞ്ഞ സബ്ജക്ട് 5 പ്രാവശ്യം എഴുതാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഞാൻ വളരെ ഡീപ്പായിട്ടുള്ള പഠിക്കുമായിരുന്നത്. ഓക്കെ, അപ്പം ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചോളം നോളജിൽ നിന്ന് നമ്മളെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആയി മാറുവാണ്. ഫിയറോടുകൂടെ നമ്മൾ പഠിക്കുവാണ്. അപ്പൊ ആ ഫിയറോടുകൂടെ പഠിക്കുമ്പോൾ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാതെ വരുവാണ്. കാരണം നമ്മുടെ ക്രിയേറ്റിവിറ്റി ബ്ലോക്ക്ഡ് ആവുകയാണ്. നമ്മൾ മഗപ്പ് ചെയ്യുവാണ്. മഗപ്പ് ചെയ്തിട്ട് മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കുവാണ്. ഫിയറിൽ നിന്ന് പഠിക്കുന്നതാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവും, എന്റെ സ്ട്രെങ്ത്, നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മൾ പലപ്പോഴും ബിസിനസ്സുകാർ മജോറിറ്റി ഓഫ് ടൈമിൽ സക്സസ്ഫുൾ ആകാത്തതിന്റെ ഒരു കാരണം എന്താണ്? നിങ്ങൾക്ക് ഈ കിട്ടുന്ന കുക്കി കട്ടർ അഡ്വൈസസ് തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് പുതിയൊരു കാര്യം കിട്ടുന്നില്ല, ഒരു ഡിഫറെന്റ് തോട്ട് കിട്ടുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ എന്നോട് എഗ്രി ചെയ്യാതിരുന്നോ, ഞാൻ പറയുന്നല്ല നിങ്ങൾ എഗ്രി ചെയ്യാൻ ഞാൻ പറയുമല്ല. പക്ഷെ നിങ്ങൾ എഗ്രി ചെയ്താലും എഗ്രി ചെയ്തില്ലേലും നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. കാരണം അറ്റ്ലീസ്റ്റ് വ്യത്യസ്തമായ ഒരു കാര്യമാണ് നിങ്ങൾ കേൾക്കുന്നത്. കാരണം ഇതുവരെയുള്ള കാര്യം കേട്ടുകൊണ്ടിരുന്നതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ഇതുവരെ എങ്ങനെ പോയോ അതുപോലെയല്ലേ പോകാൻ പോകുന്നുള്ളൂ. അപ്പം ശരിക്കും ട്രൂലി നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പുതിയ ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാകണം, പുതിയ ഡയറക്ഷനിൽ നിങ്ങൾ ആക്ഷൻ എടുക്കണം, എന്നാലല്ലേ മാറുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനൊരു കാര്യം, ഒരു ഐഡിയ പറയാം. ഒരു സെക്കൻഡിൽ നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ സെയിൽസ് വിത്ത് റൂബിൾ എന്ന് പറഞ്ഞേക്കുന്ന 30 ഡേ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബിസിനസ്സിൽ സെയിൽസ് ഗ്രോ ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യും. ഞാൻ ലോകത്തിൽ 16 രാജ്യങ്ങളിലെ ബിസിനസ്സുകാരോട് വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ 16 കൂടുതലായി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പഠിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ബിസിനസ് എല്ലാം പരാജയപ്പെടുന്നതിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് റീസൺ ഒന്ന് അവർക്ക് ഇനഫായിട്ടുള്ള സെയിൽസ് ഇല്ല എന്നുള്ളതാണ്. സെയിൽസ് ക്ലോസിംഗ് സ്കിൽ ഇല്ല എന്നുള്ളതാണ്. പ്രൈസിങ് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ലാത്തതാണ്. ഒബ്ജക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ലാത്തതാണ്. എങ്ങനെ ക്ലോസ് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തതാണ്. എങ്ങനെ പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരണമെന്ന് അറിയത്തില്ലാത്തതാണ്. ഇതുകൊണ്ട് ഒരുപാട് ബിസിനസ്സുകൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ബിസിനസ്സുകാർക്ക്, മലയാളികളായിട്ടുള്ള ബിസിനസ്സുകാർക്ക്, ലോകമെമ്പാടുമുള്ള ബിസിനസ്സുകാർക്ക്, അവർക്ക് ഫ്രീ ആയിട്ട് സെയിൽസ് പഠിക്കാനായിട്ട്, എന്നെ സംബന്ധിച്ചുള്ള സെയിൽസ് പഠിപ്പിക്കുക എന്നുള്ള എൻ്റെ ഒരു ഗോൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയാണ്. സെയിൽസ് ലോകത്തിലെ അമേരിക്കൻ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് അമേരിക്കയിലെ ആൾക്കാർ എങ്ങനെ സെയിൽസ് ചെയ്യുന്നു, ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള, ഏറ്റവും ലോകത്തിലെ ടോപ്പ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ സെയിൽസ് ചെയ്യുന്നു, അത് പഠിക്കാനായിട്ട് ഞാൻ ആക്ച്വലി ഒരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങളെ ടീച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്റെ 90 ഡേയ്സ് ലൈഫ് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക് 2 ലക്ഷത്തോട് കൂടുതൽ ആൾക്കാർ മലയാളികൾ വായിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്കും ആ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. ആ സെയിൽസ് വിത്ത് റൂബിൾ ഗ്രൂപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം. ചെറിയ പീരീഡിനുള്ളിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. മോസ്റ്റ് ലൈക്ലി ഈ കമ്മിങ് ഫ്രൈഡേ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. 7 ഡേയ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ എപ്പോൾ കേൾക്കുന്നു അതിനനുസരിച്ച് അവിടെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ബിഗസ്റ്റ് സ്ട്രെങ്ത് ഏതാണോ അതിൽ വർക്ക് ചെയ്യാനായിട്ടാണ് നിങ്ങളോട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. റീസണബിൾ ആയിട്ടുള്ള അഡ്വൈസ് ആണ്, അല്ലെ? വളരെ റീസണബിൾ ആയിട്ടുള്ള അഡ്വൈസ് ആണ്. നിങ്ങളുടെ ബിഗസ്റ്റ് സ്ട്രെങ്ത് എന്താണ്? മാനുഫാക്ചറിങ് ആണ്. ഓക്കെ, നിങ്ങളപ്പം മാനുഫാക്ചറിങ്ങിന്റെ ഒരു ബിസിനസ് നിങ്ങൾ വർക്ക് ചെയ്തു. അപ്പം ബിസിനസ് തുടങ്ങി, ലെറ്റ്സ് സേ 50 ലക്ഷമായി, അല്ല 1 കോടിയായി. എന്താണ് നിങ്ങളുടെ ബിഗസ്റ്റ് സ്ട്രെങ്ത്? മാനുഫാക്ചറിങ് ആണ്. നിങ്ങൾ എന്താണ്? നിങ്ങൾ CEO ആണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ കമ്പനിയുടെ CEO ആണ്. നിങ്ങളുടെ ബിഗസ്റ്റ് സ്ട്രെങ്ത് മാനുഫാക്ചറിങ് ആണ്. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ സ്ട്രെങ്ത് ഉപയോഗിച്ച് നിങ്ങൾ മാനുഫാക്ചറിങ് ഡിവിഷനെ കില്ല് ചെയ്യും. എന്തുകൊണ്ട് കില്ല് ചെയ്യും? കാരണം നിങ്ങളുടെ സിഗ്നിഫിക്കൻസ്, നിങ്ങളുടെ സന്തോഷം മുഴുവൻ കിട്ടുന്ന എവിടുന്നാണ്? മാനുഫാക്ചറിങ് ആണ്. ഞാനും മറ്റേ ഇവിടുന്ന് MBA എടുത്തിട്ടുള്ളതാണ്, ബിർള MBA എടുത്തിട്ടുള്ളതാണ്, അല്ല IIT MBA എടുത്തിട്ടുള്ള, IIM MBA എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് മാനുഫാക്ചറിങ്ങിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള ധാരണ, നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഇവിടെ എല്ലാം പോയി ടിങ്കിൾ ചെയ്യും, ഇവിടെ എല്ലാം പോയി മെസ്സപ്പ് ചെയ്യും. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ അവിടെ ഒരു സാധനം കൊണ്ടുവരാന്ന് പറയും, ഇവിടെ ഒരു സാധനം കൊണ്ടുവരാന്ന് പറയും. നിങ്ങൾ എപ്പോഴും പറയും ഇവർക്കൊന്നും അറിയത്തില്ലെന്നേ. എനിക്കേ അറിയത്തുള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നിങ്ങൾ ഒരിക്കലും കമ്പനിയുടെ CEO ആയില്ല. CEO എന്നാണ് നിങ്ങളുടെ പൊസിഷൻ, പക്ഷെ നിങ്ങൾ ഒരിക്കലും CEO ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ആക്ട് ചെയ്യുന്നില്ല? കാരണം നിങ്ങൾ മാനുഫാക്ചറിങ് നിങ്ങളുടെ സ്ട്രെങ്തിൽ വർക്ക് ചെയ്യുവാണ്. സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു തോട്ടാണ്, അല്ലെ? ഇത് ഞാൻ ടൈം ആൻഡ് അഗൈൻ കാണുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള ഒബ്സർവേഷനിലേക്ക് ആൾക്കാർ എത്താറില്ല. ഓക്കെ, അപ്പൊ സ്ട്രെങ്ത് വർക്ക് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഡിപ്പെൻസ് എന്നാണ് ആൻസർ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണ് നിങ്ങളുടെ ബിസിനസ് എന്നുണ്ടെങ്കിൽ ആബ്സല്യൂട്ട്ലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലെറ്റ്സ് ഒരു 1 കോടി രൂപ, ചില സിറ്റുവേഷനിൽ ഒരു 5 കോടി രൂപ വരെയൊക്കെ ആണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം
നിങ്ങളെ ഉള്ളു ബിസിനസ്സിൽ. ഓഫ് കോഴ്സ് നിങ്ങളുടെ സ്ട്രെങ്തിലാണ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ 5 കോടി രൂപയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബോട്ടിൽ നെക്കായി മാറുവാണ്. ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ സംബന്ധിച്ചോളം ബോട്ടിലിനുള്ള നെക്കാണ്. ഓക്കെ, നിങ്ങളാണിത്. നിങ്ങൾ കാരണം കമ്പനി മുന്നോട്ട് പോകുന്നില്ല, കമ്പനി താഴോട്ടാണ്. എന്താണ് കാരണം? കാരണം നിങ്ങളുടെ അറിവ് സ്റ്റോപ്പ് ചെയ്യുവാണ് കമ്പനി നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ പവർ എന്നാന്ന്. ശരിക്കും എന്ന് വെച്ചാൽ ഒരുപാട് കമ്പനികൾ, പല കാരണങ്ങളുണ്ട് കമ്പനികൾ സ്റ്റക്ക് ആകാനായിട്ട്. കാരണം ഇതാണ് ഞാൻ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പല രാജ്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അത് ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ പല കമ്പനികളും നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതിനുള്ള ബോട്ടിലിനൊക്കെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രെങ്ത് ഓഫ് ദി സിഇഒ ആണ്. നിങ്ങളുടെ സ്ട്രെങ്ത് ആണ്, നിങ്ങളുടെ ബലമാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു കാര്യം പഠിക്കുവാണ്. അതായത് എന്താ വെച്ചാൽ എന്റെ സ്ട്രെങ്ത് തന്നെ ഇവിടെ വരെ എത്താൻ ഹെൽപ്പ് ചെയ്തു. 1 കോടി രൂപ വരെ എത്താൻ, 50 ലക്ഷം രൂപ എത്താൻ, 20 ലക്ഷം രൂപ എത്താനായിട്ട് എന്റെ സ്ട്രെങ്ത് തന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ നാച്ചുറലി നിങ്ങൾ ലേൺ ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്താണ്? നോക്കിയേ, നമ്മുടെ സ്ട്രെങ്തിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി നമ്മുടെ ബിസിനസ് 100 കോടി രൂപ 1000 കോടിയിലേക്ക് എത്തും. നോക്കിയേ, റോങ് ആയിട്ടുള്ള ലേണിംഗ് ആണ്. നിങ്ങളുടെ സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ ബിഗസ്റ്റ് ആയിട്ടുള്ള വീക്ക്നെസ്. നിങ്ങളുടെ സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ ബിഗസ്റ്റ് ആയിട്ടുള്ള വീക്ക്നെസ് നിങ്ങളുടെ കമ്പനി വളരുമ്പോൾ. കാരണം നിങ്ങളത് വിട്ടുകൊടുക്കില്ല. അൺലെസ് വിട്ടുകൊടുക്കുന്നതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്നുണ്ടെങ്കിൽ, ഡെലിഗേറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്നുണ്ടെങ്കിൽ സൂപ്പർ കാര്യം. അല്ലാത്ത എല്ലാ സ്ട്രെങ്തുകളും തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ പുറകോട്ട് വലിക്കുള്ളൂ. നിങ്ങളുടെ ബിസിനസ് ശല്യമായി മാറുവാണ്. കാണുന്നുണ്ടോ? കൗണ്ടർ ഇൻഡ്യൂറ്റീവ് തിങ്കിങ് ആണ് ഇത്. നിങ്ങളുടെ ലൈഫിനെ, ബിസിനസ്സിനെ ട്രാൻസ്ഫോം ചെയ്യും. കാരണം ഇപ്പൊ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ജയബ്രഹാം ഡാൻലോക്ക്, എന്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അവരും ഞാനുമായിട്ട് നടക്കുന്ന പല കോൺവെർസേഷനിലും ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം വെച്ചാൽ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, വാട്ട് ഗോട്ട് യു ഹിയർ will not get you there. അത് ലൈഫിലും വളരെ ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട് നിങ്ങൾ ഉപയോഗിച്ച പാത്ത് അടുത്ത ലെവലിലേക്ക്, നിങ്ങൾ സ്ക്രാച്ചിൽ നിന്ന് 10 ലക്ഷത്തിലേക്ക് എത്താനായിട്ട് എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചോ അത് 10 ലക്ഷത്തിൽ നിന്ന് 1 കോടിയിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യല. 1 കോടി റവന്യൂവിൽ നിങ്ങൾ എത്തി, 1 കോടിയിൽ നിന്ന് നിങ്ങൾ 10 കോടിയിലേക്ക് എത്താൻ ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചോ അത് 10 കോടിയിൽ നിന്ന് 100 കോടിയിലേക്ക് എത്താൻ വർക്കായില്ല. ഇതുകൊണ്ടാണ് ബിസിനസ്സുകാരൻ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാത്തത്. അതിന്റെ ഒരു ഫണ്ടമെന്റൽ റീസൺ എന്താണ്? നിങ്ങളുടെ സ്ട്രെങ്ത് ആണ്. ക്ലിയർ ആണോ? നിങ്ങളുടെ സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ ഒരു ഫണ്ടമെന്റൽ റീസൺ. കാരണം അത് നിങ്ങൾ വിട്ടുകൊടുക്കില്ല, അവിടെ നിങ്ങൾ സ്റ്റക്കായി കിടക്കണം. അപ്പൊ ഈ കാര്യം എസ്പെഷ്യലി ട്രൂ ആണ് നിങ്ങളെ സംബന്ധിച്ചോളം. നിങ്ങൾ ഒരു സ്പെഷ്യലൈസ്ഡ് സ്കിൽ ആയിട്ടുള്ള ആളാണെങ്കിൽ, നിങ്ങളൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടീച്ചറോ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടന്റോ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസറോ അങ്ങനെയാണെങ്കിൽ എന്താ സിറ്റുവേഷൻ വെച്ചാൽ നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളെ പിടിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങളുടെ ഈഗോ, നമ്മളെല്ലാവരും മനസ്സിലാവുള്ളൂ, നമുക്കെല്ലാം ഈഗോ ഉണ്ടാവുമല്ലോ. നമ്മുടെ ഈഗോ നമുക്ക് സിഗ്നിഫിക്കൻസ് കിട്ടുന്നത്, നമുക്കൊരു സന്തോഷം കിട്ടുന്നത് എല്ലാം നമുക്കിത് ചെയ്യുമ്പോഴാണ്. നിങ്ങളൊരു പെയിന്റർ ആണെങ്കിൽ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിലൂടെ അതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പിക്കാസോ പോലെ വളരെ നല്ല പെയിന്റിങ് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെ പിക്ചർ വരയ്ക്കുന്ന ആളാണെങ്കിൽ, അത് നിങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ആയി മാറും കുറച്ച് വളർന്നു കഴിയുമ്പോൾ. ക്ലിയർ ആണോ? അപ്പൊ ഈ കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അടുത്ത ലെയറിലേക്ക് പോകാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു എയർഫോഴ്സ് കോൺട്രാക്ടർ ആയിരുന്നു. അതായത് അമേരിക്കൻ എയർഫോഴ്സിന്റെ കോൺട്രാക്ട് ITS എന്ന് പറഞ്ഞൊരു കമ്പനി ഞാൻ കുവൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും ആ കമ്പനി KOC, കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ, ഓയിൽ കോർപ്പറേഷന്റെ A ക്ലാസ് കോൺട്രാക്ടറാണ്. ഞാനും ജോബിയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 പേരും കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നാസർ എന്ന് പറഞ്ഞ ഒരു കുവൈറ്റി ആയിട്ടുള്ള പാർട്ണറും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ എയർഫോഴ്സ് കോൺട്രാക്ടിങ്ങിൽ ഞാൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അതിന് മുമ്പൊരു സ്റ്റോറി, 24, 25, 23, 24 വയസ്സിൽ, 20കളിൽ, ഏർലി 20കളിൽ ഞാനൊരു കൺസ്ട്രക്ഷൻ ജനറൽ കോൺട്രാക്ടർ ആയിരുന്നു. കേരളത്തിലാണ്. ഇത് കുവൈറ്റിലാണ്, ഇത് കേരളത്തിലാണ്. അപ്പൊ ഈ കൺസ്ട്രക്ഷൻ ജനറൽ കോൺട്രാക്ടിങ്ങിൽ ഞാൻ ഫെയിലിയർ ആയിപ്പോയി. അതിനെ സംബന്ധിച്ചോളം പൈസ പോയി. അവസാനം ഞാൻ ലോൺ എടുത്ത്, വീട് വെക്കാനുള്ള ലോൺ എടുത്തിട്ട്, എൻ്റെ സ്ഥലം വെച്ചിട്ട് ലോൺ എടുത്തിട്ട്, ആ ലോൺ എടുത്ത് പൈസ കൊണ്ടാണ് ചിലർക്ക് വീട് പണിത് കൊടുത്തത്. അങ്ങനെ വലിയ കടത്തിൽ പോയി കയറിയിട്ടുണ്ട് ഈ ഇതിലൂടെ. അപ്പൊ 2 സിറ്റുവേഷനാണ്. ഞാൻ എന്ന് പറഞ്ഞ 2 വ്യക്തി. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ എയർഫോഴ്സ് കോൺട്രാക്ടർ, സക്സസ്ഫുൾ ആണ്. മറ്റേതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഉണ്ടാക്കിയതിന്റെ മൾട്ടിപ്പിൾ ടൈംസ്
ബൈ ദ ഗ്രേസ് ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പല പ്രോജക്റ്റുകളിലേക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ടും പല ഡീലുകളിലേക്ക് കയറാനായിട്ട് പറ്റി. പക്ഷെ ഇവിടെ നമുക്ക് ഇത് മാത്രം ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ എന്താണ്, എയർഫോഴ്സ് കോൺട്രാക്ടറാണ്. എന്തുകൊണ്ട് ഞാൻ സക്സസ്ഫുൾ ആയി? സാധാരണഗതിയിൽ ലേണിംഗ് ആണ്. ഫെയിലിയർ ആണെങ്കിലും സക്സസ് ആണെങ്കിലും രണ്ടിൽ നിന്ന് പഠിക്കാമല്ലോ നമുക്ക്. അപ്പോൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്തെന്ന് വെച്ചാൽ, ഈ സമയമായപ്പോൾ തന്നെ ഞാൻ ബിസിനസ് എല്ലാം പഠിച്ചു. എനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ അറിയാം, അതറിയാം, ഇതറിയാം, ബിസിനസ്സിൽ വേണ്ട കാര്യങ്ങളെല്ലാം അറിയാം. ഒരു മണ്ണാങ്കട്ട അറിയത്തില്ലായിരുന്നു എന്നെ സംബന്ധിച്ചോളം. ഞാൻ അന്ന് ഓർത്തു എനിക്ക് ഒത്തിരി അറിയാമെന്ന്, ഇന്ന് ഞാൻ ഓർക്കുന്നത് കുറച്ചറിയാമെന്ന്. പക്ഷെ നാളെ ഞാൻ റിയലൈസ് ചെയ്യുന്ന ഇന്നത്തെ അറിവും വളരെ ചെറുതാണെന്ന്. ക്ലിയർ ആണോ? അപ്പൊ ബേസിക്കലി ഞാൻ ഓർത്തു എനിക്ക് ഇതോടുകൂടെ ഞാൻ കംപ്ലീറ്റ് ആയി, ഇനി ഏത് ബിസിനസ്സിൽ പോയാലും എനിക്ക് സക്സസ്ഫുൾ ആകും. പക്ഷെ ഇത് കഴിഞ്ഞ് ദൈവം അനുഗ്രഹിച്ച് ഫെയിലിയർ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ചില ബിസിനസ്സുകൾ ജയിച്ചു വരാൻ ഒരുപാട് സമയമെടുത്തു. അപ്പൊ എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മുടെ പാർട്ണറാണ്. കോഴ്സ് പാർട്ണർ അടിപൊളിയായിട്ടുള്ള പാർട്ണറാണ്. ജോബി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. ഇൻക്രെഡിബിൾ ആയിട്ടുള്ള വർക്ക് എത്തിക്സ് ഉള്ള ഒരാളായിരുന്നു. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. തീർച്ചയായിട്ടും നല്ലൊരു പാർട്ണർഷിപ്പാണ്. പക്ഷെ പാർട്ണർഷിപ്പിൽ മാത്രമേ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് റിയലി ഹാപ്പൻ ചെയ്തത്? അപ്പൊ എയർഫോഴ്സ് കോൺട്രാക്ടിങ്ങിലേക്ക് ഞാൻ ഇറങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എയർഫോഴ്സിന്റെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഓപ്പറേഷൻസ് മാനേജർ ആയിരുന്നു. അപ്പൊ എയർഫോഴ്സിലുള്ള കോൺട്രാക്ടിങ് ഓഫീസേഴ്സിനെ എനിക്കറിയാം. അവർ ഞാനുമായിട്ട് പേഴ്സണലി കണക്റ്റഡ് ആണ്. ഞാൻ നല്ല വർക്ക് ചെയ്തു. ഞാൻ അവർക്ക് ചിലപ്പോൾ ഇടയ്ക്ക് അവരെ ട്രീറ്റ് ചെയ്യുകയും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ അവർ തന്നെ എന്നോട് പറഞ്ഞു, റൂബിൽ നിനക്ക് ഒരു എയർഫോഴ്സ് കോൺട്രാക്ടിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തുകൂടെ? അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നോക്കാലോ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങുവാണ്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഈ കമ്പനിയിൽ എനിക്ക് മാർക്കറ്റിംഗ് വേണ്ട. ഓക്കെ, മാർക്കറ്റിംഗ് ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് മാർക്കറ്റ് ചെയ്യേണ്ട. കാരണം എൻ്റെ കസ്റ്റമർ എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് പ്രൊഡക്റ്റ് ചോദിക്കുന്ന, സർവീസ് ചോദിക്കുന്നതാണ്. സെയിൽസ് വേണ്ട. എന്താണ് മാർക്കറ്റിംഗ്, എന്താണ് സെയിൽസ്? ഞാൻ സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻ പറയാം. നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു ചൂണ്ടയിടാൻ വേണ്ടി ഇരിക്കുവാണ്. എരയെ വെച്ച് ഇങ്ങനെ സൈഡിൽ ഇരിക്കുന്നതാണ് മാർക്കറ്റിംഗ്. ഓക്കെ, ഇതാണ് എൻ്റെ ഡെഫിനിഷൻ, സിമ്പിൾ ഡെഫിനിഷൻ ഓഫ് മാർക്കറ്റിംഗ്. ആ ചൂണ്ടയുള്ള മീനിനെ വലിച്ചു പോക്കി നമ്മുടെ കൊട്ടയ്ക്കകത്ത് ഇടുന്നതാണ് സെയിൽസ്. അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചൂണ്ട വെച്ചോണ്ടിരിക്കുന്നു, എര കൊത്തി ഇടുന്നു, ഒരു ഹുക്ക് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നു. അപ്പൊ ആ സമയത്ത് ഇത് കൊണ്ട് ആ ഫിഷിനെ പിടിച്ച് നമ്മള് കൊട്ടയ്ക്കകത്ത് ഇടുന്നതാണ് സെയിൽസ്. അപ്പം ഇത് രണ്ടും ആവശ്യമില്ല. അപ്പൊ ഈ കമ്പനിയിൽ മാർക്കറ്റിംഗ് വേണ്ട, സെയിൽസും വേണ്ട. അപ്പൊ എന്റെ എഡ്യൂക്കേഷൻ റോങ് ആണ്. ഞാൻ ഓർത്തതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സ്മാർട്ടായി, എനിക്ക് ഭയങ്കര ബുദ്ധി വെച്ചു, എനിക്ക് എന്തൊരു ഇതാണല്ലേ. പെട്ടെന്ന് നോക്കി നിൽക്കുമ്പോൾ കമ്പനി $1 million വാല്യുവേഷനിലേക്ക് എത്തി, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന് തോന്നുന്നു, ഞാനിത് ഇതെല്ലാം പഠിച്ചു കേട്ടോ, ഇനിയൊന്നും പഠിക്കാനില്ല എന്നാണ് ഞാൻ എഡ്യൂക്കേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അടുത്ത പരാജയം ഉറപ്പാണ്. സെൻസ് വയ്ക്കുന്നുണ്ടോ? അപ്പൊ അവിടെ എനിക്കൊരു ഐഡിയ കിട്ടിയില്ല എന്തുകൊണ്ട് സക്സസ്ഫുൾ. പിന്നെ ഞാൻ അടുത്ത പ്രോജക്റ്റുകൾ ചെയ്യുമ്പോഴും എനിക്ക് തോന്നുന്നില്ല ഇതെന്താ ചെയ്യാൻ പറ്റാതെ ഒരു ഓൾമോസ്റ്റ് ഡെക്കേഡ്, ക്ലോസ് ടു ഹാഫ് ടു 1 decade, ഓൾമോസ്റ്റ് 7 വർഷം കഴിയുമ്പോഴാണ് ഞാൻ പിന്നെ റിയലൈസ് ചെയ്യുന്നത്, എനിക്ക് മാർക്കറ്റിംഗ് അറിയത്തില്ല. കാരണം മാർക്കറ്റിംഗ് അന്നും വേണ്ടാന്നുള്ള കാര്യം അന്നും എനിക്ക് റിയലൈസ് ചെയ്തില്ല, ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുവാണ് എനിക്ക് ഏത് ബിസിനസ് വന്നു ഞാൻ സക്സസ്ഫുൾ ആക്കിക്കോളാം എന്ന് എനിക്ക് പറയാൻ തോന്നുവാണ്. വിജയത്തിൽ നിന്ന് റോങ് ആയിട്ടുള്ള തിങ് പഠിക്കുന്നതാണ്. പരാജയത്തിൽ മാത്രമല്ല, വിജയത്തിൽ നിന്ന് റോങ് ആയിട്ടുള്ള തിങ് പഠിക്കുന്നതാണ്. ഓവർ കോൺഫിഡൻസ് നമുക്ക് തോന്നുവാണ്, നമുക്ക് അങ്ങനെ സക്സസ്ഫുൾ ആകാം. തിരിച്ചു പോയി കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ ഞാൻ പരാജയപ്പെട്ടു പോയി. കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയേ. പരാജയപ്പെട്ടു പോകുമ്പോൾ ഞാൻ ചെറുപ്പമാണ്, വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള ഹ്യൂമൻ ആണ്, കേരളത്തിൽ ജനിച്ചു വളർന്ന ആളാണ്, മലയാളിയാണ്. അപ്പൊ ആ സിറ്റുവേഷനിൽ ഞാൻ വളരെ ഇൻസെക്യൂർ ആയതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നതിനാണ്, ഞാൻ വളരെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ബ്യൂട്ടിഫുൾ ആണ്, ആ സമയം ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടാണ് വരുന്നത്. പൈസയോട് നമുക്ക് പൈസ ഉണ്ടാക്കുന്നത് വളരെ മോശമുള്ള പരിപാടിയാണ്. പൈസക്കാരോടൊക്കെ നമുക്കൊരു ബഹുമാനക്കുറവാണ്. ഈ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പള്ളിയിൽ വന്ന് നിൽക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. പൈസയായിട്ട് എൻ്റെ റിലേഷൻഷിപ്പ് കൺഫ്യൂസ്ഡ് ആണ്. കാരണം വെച്ചാൽ മണി റൂട്ട് ഓഫ് ഓൾ ഈവിൾ ആണെന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്ന ആ സമയത്ത്. മണിയാണ് ഏറ്റവും വലിയ തെറ്റ്. മണി കൂടുതലുള്ള ആൾക്കാർ തെറ്റായിട്ടുള്ള ആൾക്കാരാണ്. ഇത് ഒരു വിശ്വാസം ബിഹൈൻഡ് ദ സീൻ നിൽക്കുന്നു. രണ്ടാമത്തെ സിറ്റുവേഷൻ, അപ്പം ഞാൻ വിചാരിക്കുക എൻ്റെ ഗതി, എനിക്കതിനുള്ള യോഗ്യതയില്ല. അതായത് ഇങ്ങനെ ഒരു ബിസിനസ് ഒക്കെ ചെയ്യാനുള്ള യോഗ്യത എനിക്കില്ല. റോങ് എഡ്യൂക്കേഷൻ ആണ്. ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ് കൺസ്ട്രക്ഷനിൽ പരാജയപ്പെട്ടത്? കൺസ്ട്രക്ഷനിൽ പരാജയപ്പെട്ടതെന്ന് വെച്ചാൽ എനിക്ക് ഓപ്പറേഷൻ സ്കിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്.
ഓപ്പറേഷൻ സ്കിൽ ഓഫ് കോഴ്സ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഉണ്ടായിരുന്നില്ല, അതൊരു പ്രശ്നമായിരുന്നു, കാരണം അപ്പോഴും എനിക്ക് ആ സ്കില്ലില്ല. പക്ഷെ എന്റെ ഇതും ബാക്കി എനിക്ക് സെല് ചെയ്യാൻ അറിയത്തില്ല, മാർക്കറ്റ് ചെയ്യാൻ അറിയത്തില്ല പോലും എനിക്ക് പ്രോജക്റ്റുകൾ കിട്ടുന്നുണ്ടായിരുന്നു. ആ പ്രോജക്റ്റിനെ ഓപ്പറേറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആക്കി പ്രോഫിറ്റ് ചെയ്യാനായിട്ടുള്ള സ്കിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഒരു കാര്യം ശരിക്കും നിങ്ങൾ റിയലൈസ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിനെ ഈ വീഡിയോ ട്രാൻസ്ഫോം ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്താല്, നിങ്ങളെ ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സ്റ്റോപ്പ് ലേണിംഗ്, വിച്ച് ഇസ് പെർഫെക്റ്റ്ലി ഫൈൻ, ഐ ഡോണ്ട് റെക്കമെൻഡ് ദാറ്റ്, but stop learning wrong things. വിജയത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം. പരാജയത്തിൽ നിന്നാണ് നമ്മൾ കൂടുതൽ റോങ് തിങ്സ് പഠിക്കുന്നത്. വിജയത്തിൽ നിന്ന് പഠിക്കുന്നത് വലിയ അബദ്ധത്തിലേക്ക്, അതിലേക്കാളും വലിയ അബദ്ധത്തിലേക്ക് നിങ്ങളെ ചാടിക്കാം. അപ്പൊ പരാജയത്തിന്റെ കേസിൽ എടുക്കുക. എന്റെ കേസിൽ എനിക്ക് ഓപ്പറേഷൻ സ്കിൽ ഇല്ല. ഓപ്പറേഷൻ സ്കിൽ ഇല്ലാത്തതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചുള്ള ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ലക്കാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നില്ല ഞാൻ പൈസ ഉണ്ടാക്കാനായിട്ട്. ഇതാണ് മനുഷ്യരുടെ ഒരു കാര്യം. യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല നമ്മൾ പൈസ ഉണ്ടാക്കുക. യൂണിവേഴ്സിന് എന്താത്തിന് കുഴപ്പമാണ്, നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ക്ലിയർ ആണോ? യൂണിവേഴ്സിന്റെ ഹിതം അതല്ലായിരിക്കും. കാരണം എന്നെ സംബന്ധിച്ചോളം എന്നെ ഒരു സ്പിരിച്വൽ പാത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് എന്നെ അങ്ങനെ കൊണ്ടുപോകുന്ന ഇങ്ങനെയൊക്കെ നമ്മൾ സ്റ്റോറീസ് ഉണ്ടാക്കുവാണ്. പക്ഷെ റിയാലിറ്റി എന്താ, നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് പ്രോഫിറ്റബിൾ ആക്കിയത് പൈസ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. പൈസ ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ട് റിലേഷൻഷിപ്പ്, അപ്പൊ നാച്ചുറലി സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇതിന്റെ ലോജിക്ക് ക്ലിയർ ആവുന്നുണ്ടോ? റോങ് തിങ്സ് സക്സസ് ചെയ്യുന്നു, ഫെയിലർ ചെയ്യുന്നു. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടയാവും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം എയർഫോഴ്സ് കോൺട്രാക്ടിങ് ലെവലിൽ നിന്ന് സക്സസ്ഫുൾ ആകുമ്പോൾ നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് ഫീൽ ചെയ്യുവാണ്. ഇനി അത് ബിസിനസ്, ഇതിലും വലിയ ബിസിനസ് ഉണ്ടോ? എയർഫോഴ്സ്, US എയർഫോഴ്സ് കോൺട്രാക്ടിങ് ആണ്. നാളെ എവിടെ പറഞ്ഞാലും US എയർഫോഴ്സ് കോൺട്രാക്ടർ ആണെന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമല്ലേ? എന്തൊരു ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ ഒരു ബിസിനസ് ചെയ്തുപോലെ, നിങ്ങളെ സംബന്ധിച്ചുള്ള രണ്ടാമത് ബിസിനസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇവിടെയുള്ള സെക്കൻഡ് ബിസിനസ് എന്ന് വിചാരിച്ചിട്ട് രണ്ട് പ്രാവശ്യം രണ്ട് ബിസിനസ് ചെയ്തിട്ടുള്ള ആൾക്കാർ. നിങ്ങൾ ആദ്യത്തെ ബിസിനസ് ചെയ്തിട്ട് രണ്ടാമത്തെ ബിസിനസ്സിൽ നിങ്ങൾ ഇതൊന്നും ഒരു വിഷയമല്ലടാവേ, ഞാൻ ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാണ് നിങ്ങൾ ബിസിനസ് ഒക്കെ നമ്മൾ പുല്ലുപോലെ ഇങ്ങനെ വളർത്തും എന്ന് പറഞ്ഞിട്ട് ബിസിനസ് ഇങ്ങനെ വളർന്നിട്ടുള്ള ആൾക്കാരാണ്. അതിന് ഇവിടെ ചെല്ലുമ്പോഴാണ് വളരുന്നത്. അല്ല ഇവിടെ നിന്നുള്ള നിങ്ങൾ ഇട്ടിട്ട് പോയി. എന്താണ്? മിസ്റ്റേക്ക് ഓഫ് ലേണിംഗ് ആണ്. നിങ്ങളെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ ബിസിനസ് നിങ്ങൾ ജയിച്ചു പോയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുക ഇങ്ങനെ ചെയ്താൽ മതി. ഒരു ബിസിനസ്സിലേക്ക് രണ്ടാമത്തെ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴാണ് നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഈ കാര്യം. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് എല്ലാ സ്കിൽ സെറ്റുകളും ഇല്ലെന്ന്. ഇതുകൊണ്ടാണ് ഏത് ബിസിനസ് സക്സസ്ഫുൾ ആകാനായിട്ട്, ഞാൻ നേരത്തെ സെയിൽസ് ത്രൂബിളിന്റെ കാര്യം പറഞ്ഞായിരുന്നു, ഏത് ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട കാര്യം, ഇന്ന് ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ആളാണ്, 20 വയസ്സായി 21 വയസ്സായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ ആദ്യം പഠിക്കാൻ പോകുന്നത് സെയിൽസ് ആണ്. എന്തുകൊണ്ട്? കാരണം നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങൾക്ക് ബിസിനസ് ഉണ്ട്. സെയിൽസ് ആണ് ഞാൻ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇത് ഞാൻ 15 വർഷം ബിസിനസ്സിൽ എത്തിയ ശേഷമാണ് ഞാൻ ഈ കാര്യം പഠിച്ചത്. നിങ്ങൾ എസ്പെഷ്യലി പുതുതായിട്ട് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഈ കാര്യം ഇപ്പൊ പഠിക്കുക. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന, ഞാൻ പഠിച്ച റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങൾ സെല്ല് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനിക്ക് അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾ 37-ാമത്തെ 40-ാമത്തെ 50-ാമത്തെ 60-ാമത്തെ വയസ്സിലേക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പോയി സെയിൽസ് പഠിക്കാം. നിങ്ങൾക്ക് അതിനുള്ള ഫ്രീ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ എൻ്റയർ മലയാളി കമ്മ്യൂണിറ്റി ഇപ്പോൾ ഓൾറെഡി ആയിരക്കണക്കിന് ആൾക്കാരെ നമ്മളുടെ ഇതിലൂടെ സെയിൽസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആഴ്ചയിലും. അപ്പൊ അങ്ങനെ നിങ്ങൾ സെയിൽസ് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ സംബന്ധിച്ചുള്ള മാർക്കറ്റിംഗ് പഠിക്കുക. അപ്പൊ എന്താണ്? ചൂണ്ടയിടലാണ് മാർക്കറ്റിംഗ്. ആ ചൂണ്ടയിട്ട ആ ചൂണ്ടയിൽ നിന്ന് ഉള്ള ഫിഷിനെ പിടിച്ച് ബക്കറ്റിൽ ഇടുന്നതാണ് ഫിഷ്. നമുക്ക് എങ്ങനെയാ വയ്ക്കുന്നത്? ഇങ്ങനെ ആ ഫിഷിനെ പിടിച്ച് ബക്കറ്റിൽ ഇടുന്നതാണ് നമ്മുടെ സെയിൽസ് പഠിക്കുക, മാർക്കറ്റിംഗ് പഠിക്കുക. ഇത് രണ്ടും പഠിച്ച ശേഷമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ഓപ്പറേഷൻസ് നിങ്ങൾ പഠിക്കേണ്ടത്. എങ്ങനെയാണ് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, കസ്റ്റമറിന് ഗ്രേറ്റ് എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കണം, സ്കെയിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ പോയി പഠിക്കാൻ പറ്റും. അപ്പൊ അവിടെ നിങ്ങളെ സംബന്ധിച്ചുള്ള മിസ്റ്റേക്ക് വന്ന് റോങ് ആയിട്ട് പഠിക്കുന്നതിന് പകരം ആദ്യം തന്നെ പഠിക്കാം. കാരണം നിങ്ങൾക്ക് സെയിൽസ് അറിയത്തില്ല. നിങ്ങൾ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സ്വർണത്തിന്റെ കട്ടിയാണ് വിൽക്കുന്നത്. സ്വർണത്തിന്റെ കട്ടിയാണ് നിങ്ങളുടെ പറമ്പിൽ നിങ്ങൾ നോക്കുമ്പോൾ സ്വർണത്തിന്റെ കട്ടി കിട്ടുന്നുണ്ട്. മഞ്ഞ നിറത്തിൽ നല്ലതായിട്ടിരിക്കുന്നത്, നിങ്ങൾ നല്ല ഷേപ്പൊക്കെ ആക്കി ക്ലീനപ്പ് ഒക്കെ ആക്കി ആ സ്വർണത്തിന്റെ കട്ടി കൊണ്ടേ വിൽക്കുവാണ്. പക്ഷെ നിങ്ങൾക്ക് സെല് ചെയ്യാൻ അറിയത്തില്ല. അവിടെ ചെല്ലുമ്പോൾ ഇത് എന്തിനിടെ ഈ സാധനം, എന്ത് സ്വർണ്ണക്കട്ടി എന്ന് പറഞ്ഞ ആൾക്കാർ നിങ്ങളെ ഓടിക്കുവാണ്. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് ഒരു ഗുണമില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പട്ടീനെ അറിയാൻ ഉപയോഗിക്കാന്ന് പറഞ്ഞ് വീട്ടിലിരുന്നിട്ട് പട്ടി ഇങ്ങനെ വരുമ്പോഴത്തേന്, പട്ടി ശല്യം വരുമ്പോഴത്തേന് അറിയാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ സ്വർണ്ണക്കട്ടി എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അപ്പൊ നിങ്ങൾ പറയാം, ഇതൊന്നും ആർക്കും വേണ്ട മാഷേ, എന്ത് ചെയ്യാനാ?
നല്ല സാധനം, നല്ല കളറൊക്കെ ഉള്ള സാധനമായിരുന്നു കേട്ടോ. തള്ള എന്തിന് ആരും എടുക്കുന്നില്ല. എന്തുകൊണ്ട് എടുക്കുന്നില്ല? നിങ്ങൾ സെയിൽസ് അറിയത്തില്ലാത്തതുകൊണ്ട് എടുക്കുവാണ്. അപ്പൊ സെയിൽസ് അറിയത്തില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ എൻറ്റയർ ആയിട്ടുള്ള നിങ്ങളുടെ സ്വപ്നം ഡിസ്ട്രോയിഡ് ആയിപ്പോയി. പക്ഷെ നിങ്ങൾ അറിയുന്നില്ല, സെയിൽസ് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അത് ഡിസ്ട്രോയിഡ് ആയി പോയത്. ഇപ്പൊ എത്ര പേര് ഇവിടെ ചാറ്റിൽ പറഞ്ഞു? എത്ര പേരുണ്ട്? ഓ, ഇതെന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, എന്റെ ബിസിനസ് ഹാപ്പൻ ചെയ്തിട്ടുണ്ട്. ചാറ്റിലിട്ട് ഓ എന്നരുതണ്ട, ദിസ് ഹാസ് ഹാപ്പൻ ടു മീന്നോ, അല്ല ഇതെനിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നോ ചാറ്റിലിടുക. ക്ലിയർ ആണോ? പലപ്പോഴും നമ്മൾ റോങ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള ഇൻ സമ്മറി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ചോളം പഠിക്കാതിരിക്കുക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നോട്ട് ലേൺ എനിത്തിങ്, പെർഫെക്റ്റ്ലി ഫൈൻ. എന്തിനാണ് നമ്മളൊന്നും പഠിക്കാതെ ജീവിതത്തിൽ ഇരിക്കുന്നത്? ന്യൂട്രൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടായാലും തളർച്ച ഉണ്ടായാലും നല്ലൊരു പരിപാടിയാണ്. ഒത്തിരി നല്ല പരിപാടിയല്ല, പക്ഷെ ഓക്കെ പരിപാടിയാണ്. അതിനേക്കാളും വേഴ്സ് ആണ് ലേണിംഗ് ഫ്രം ഫിയർ, ഭയത്തിൽ നിന്ന് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ഭയത്തിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? ഒരു പാർട്ണർഷിപ്പ് ഉണ്ടായി, ഒരാൾ നമ്മൾ അഡ്വാൻറ്റേജ് എടുത്തു, നമ്മൾ ഫിയർഫുൾ ആയി, ഞാനത് ചെയ്യില്ല കേട്ടോ, പാർട്ണർഷിപ്പ് ഞാൻ ചെയ്യില്ല കേട്ടോ, ഞാൻ ഒരാളെ ട്രസ്റ്റ് ചെയ്യില്ല കേട്ടോ, ഇനി ജീവിതത്തിൽ ഞാൻ ഒരാളെ ട്രസ്റ്റ് ചെയ്യില്ല. ജീവിതം നിങ്ങളുടെയാണ് നഷ്ടമായി പോയത്. എൻ്റെ 10 വർഷം നഷ്ടപ്പെട്ടതാണ്. ഞാൻ 10 വർഷം കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. 10 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയില്ല, ഇതിന്റെ ബിഹൈൻഡ് ദ സീനിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനത് മനസ്സിലാക്കിയത്. 10 വർഷം എനിക്ക് സ്ട്രെയിറ്റ് പോയി. വിഷ്ണു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ ഒരാള് എന്നെ പറ്റിച്ച ആ ഒരാള് കാരണം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ജീവിതത്തിലെ 10 വർഷം നിങ്ങൾ കളയാൻ റെഡിയാണോ? 80 വർഷമുള്ള ജീവിതത്തിൽ 10 വർഷം നിങ്ങൾ കളയാൻ റെഡിയാണോ? 10% നിങ്ങൾ കളയുവാണ്, 12% നിങ്ങൾ കളയുവാണ്. ആർക്ക് വേണ്ടി? നിങ്ങളെ പറ്റിച്ച ആൾക്ക് വേണ്ടിയിട്ട്. റോങ് ലേണിംഗ് ആണ്. മറ്റേ ലേണിംഗ് പറഞ്ഞാൽ ലേണിംഗ് ഫ്രം ഫെയ്ത്ത് ആണ്. ഓവർ കോൺഫിഡൻസിൽ നിന്നല്ല നിങ്ങൾ ലേൺ ചെയ്യുന്നത്, ഫെയ്ത്തിൽ നിന്നാണ്. നിങ്ങൾ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ സൂപ്പർസ്റ്റിഷ്യസ് ആവുകയാണ്, നമ്മൾ അന്ധവിശ്വാസികളാകുക. സിനിമാക്കാരെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, അന്ധവിശ്വാസം. ആ ലൈറ്റ് തെളിച്ചു, ഈ ലൈറ്റ് തെളിച്ചു, ആ ദിവസം സ്റ്റാർട്ട് ചെയ്തു, ഇതിന് തുടങ്ങിയ സക്സസ്ഫുൾ ആവുകയാണ്. സക്സസ്ഫുൾ ആകുന്നതിന് ചില ഫണ്ടമെന്റൽ കീസ് ഉണ്ട്. ഒരു ബിസിനസ് സക്സസ്ഫുൾ ആകണമെങ്കിൽ സെയിൽസ് ഉണ്ടാകണം, മാർക്കറ്റിംഗ് ഉണ്ടാകണം, കസ്റ്റമറിന് വാല്യൂ കിട്ടണം. ഇവിടെ ഫണ്ടമെന്റൽസ് ആയി. ആ വാല്യൂ ഡെലിവറി ചെയ്യാൻ വേണ്ടി നമുക്ക് ഓപ്പറേഷൻസ് വേണം, കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കണം, റേവിംഗ് ഫാൻ എക്സ്പീരിയൻസ് കൊടുക്കണം. പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. കുറെ കാര്യങ്ങളുണ്ട്. ബിസിനസ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് മോഡൽ ഉണ്ടാകണം, ഒരു ബിസിനസ് മോഡൽ ഉണ്ടാകണം. അപ്പൊ ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ ധാരണ എന്താണ്? നമുക്ക് ചെറുപ്പമാകുമ്പോഴേ നമ്മളെ സംബന്ധിച്ചോളം എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തു സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നും വിഷയമല്ല മാഷേ, റോങ് എഡ്യൂക്കേഷൻ ആണ്. എന്തെങ്കിലും പരാജയം വരുമ്പോഴത്തേന് ഒരാളുമായിട്ട് ഇടപെടില്ല, അതും റോങ് എഡ്യൂക്കേഷൻ ആണ്. ലേൺ ഫ്രം ഫെയ്ത്ത്. I'll see you next time.